മക്കൾ തിരിഞ്ഞു നോക്കാതിരുന്നതോടെ വൃദ്ധമാതാവ് ആ തീരുമാനമെടുത്തു. തന്റെ പേരിലുള്ള 23 കോടി രൂപ മൂല്യമുള്ള എല്ലാ സ്വത്തുക്കളും പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ പേരിൽ എഴുതി വെച്ചു. മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ എന്തിന് അവർക്ക് നൽകണം എന്നാണ് ഈ അമ്മ ചോദിക്കുന്നത്. ആ അമ്മയുടെ തീരുമാനത്തെ പിന്തുണച്ച് ഒരുപാട് പേരും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അശ്വജിത്താണ് നമുക്കൊപ്പം ഉള്ളത്. AJ, ഗുഡ് മോർണിംഗ്. ഈ നമ്മളെ വാർത്താ പരമ്പരയും ഇത് തന്നെയായിരുന്നു. വാർദ്ധക്യം, ഉപേക്ഷിക്കപ്പെടുന്ന വാർദ്ധക്യത്തെ കുറിച്ച്. അതായത് മക്കൾ ഉപേക്ഷിക്കുന്നു, ഒരു പ്രായം എത്തുമ്പോൾ അവർക്ക് പിന്നെ അച്ഛനെയും അമ്മയൊന്നും നോക്കാൻ വയ്യ, അവരുടെ മാത്രം സുഖം തേടി പോകുന്നു, അവരുടെ മാത്രം സമാധാനം തേടി പോകുന്നു. പിന്നെ അച്ഛനും അമ്മയൊക്കെ അവരെ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ എന്നൊരു ചിന്തയിലേക്ക് പോകുന്നു, അവരെ നടതള്ളുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മക്കൾക്കൊക്കെ ഒരു വലിയ സന്ദേശം തന്നെയാണ് ഇപ്പോൾ ഈ ചൈനയിലെ ഈ അമ്മ എടുത്ത തീരുമാനം, അല്ലേ AJ? സേതു, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. കാരണം നമ്മൾ ഈ വാർത്താ പരമ്പര ചർച്ച ചെയ്ത് നമ്മുടെ നാട്ടിനെ കുറിച്ച്, കേരളത്തിലെ സാഹചര്യത്തെക്കുറിച്ചാണെങ്കിൽ ഒരുപക്ഷെ ലോകത്ത് എല്ലായിടത്തും ഇതിന് സമാനമായ സാഹചര്യം തന്നെയാണ് എന്നതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഏതായാലും അവിടെ ചൈനയിൽ ആ അമ്മ എടുത്ത തീരുമാനം ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും ഒരു സന്ദേശം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മാതൃക എന്ന ആ പദം ഉപയോഗിക്കാവോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തീർച്ചയായും അതൊരു സന്ദേശം തന്നെയാണ്. അതായത് മക്കൾക്ക് വൃദ്ധരായ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ നോക്കാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു തരത്തിലും തങ്ങളുടെ പേരിലുള്ള അല്ലെങ്കിൽ തങ്ങൾ സമ്പാദിച്ച ആ സ്വത്തുക്കൾ നൽകേണ്ടതില്ല എന്ന ആ തീരുമാനം, അത് ചൈനയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും ആ വാർത്ത കണ്ട് കൈയടിക്കുന്നവരാണ് അതിലേറെയും. അത് ചെറിയൊരു തുകയല്ല. 23 കോടി രൂപ മൂല്യമുള്ള ആ സ്വത്തുക്കൾ തൻ്റെ ഒപ്പം നിന്ന, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലും ഒരുപക്ഷെ തനിക്ക് തുണയായി നിന്ന വളർത്തുമൃഗങ്ങളുടെ പേരിൽ എഴുതി വെച്ചു എന്നുള്ളതാണ് അതിലൊരു കൗതുകം. ഈ വളർത്തുമൃഗങ്ങൾക്ക് എങ്ങനെ സ്വത്ത് കൈമാറാൻ കഴിയുമെന്നൊരു സ്വാഭാവികമായൊരു ചോദ്യം ഒരുപക്ഷെ നമുക്കും ഒരു സംശയമൊക്കെ ഉണ്ടാവും. ആ ചൈനയിലെ അമ്മ ചെയ്തത് ഈ വളർത്തുമൃഗങ്ങളുടെ പരിപാലനത്തിനായി ഒരു സൊസൈറ്റിയെ ഏൽപ്പിക്കുകയും ആ സൊസൈറ്റിക്ക് ആ പൂർണ്ണമായ പണം നൽകുകയും ആ പണം പൂർണ്ണമായും ആ വളർത്തുമൃഗങ്ങൾ, ഒരുപാട് മൃഗങ്ങളുണ്ട്, പട്ടിയും പൂച്ചയും ഒക്കെ ഒരുപാട് മൃഗങ്ങളുണ്ട്, അവരുടെ പൂർണ്ണമായ പരിപാലനത്തിനായി, അല്ലെങ്കിൽ ആ വിൽപത്രത്തിൽ പറയുന്ന പോലെ തന്നെ ലക്ഷറിയായ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന തരത്തിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. ഏതായാലും ചൈനയിൽ ഈ സംഭവം വലിയ ചർച്ചയായിട്ടുണ്ട്. ചൈനയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ആ അമ്മയ്ക്ക് പിന്തുണയുമായി ധാരാളം പേര് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ലോകത്തും എല്ലായിടത്തുമായി ആ അമ്മയ്ക്ക് പിന്തുണയുമായി ധാരാളം പേര് എത്തുന്നുണ്ട്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയവുമായി താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ നാട്ടിൽ കൂടെ സന്ദേശം നൽകുന്ന അല്ലെങ്കിൽ പ്രസക്തമാവുന്ന ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു, അല്ലേ സേതു? തീർച്ചയായും AJ.